ഹലോ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തണിൻ്റെ അകത്തിരിക്കുന്ന ഇൻസ്റ്റൻസ് വേരിയബിളും ക്ലാസ് വേരിയബിളും എന്താണ് എന്നുള്ള കാര്യമാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട് നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാൻ നോക്കാം അല്ലേ. ഏതൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പ്രോബ്ലത്തിൽ നിന്നായിരിക്കും. ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോഗ്രാം ലോജിക്ക് എഴുതാനുള്ള ഫെസിലിറ്റീസ് എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടായിരിക്കും പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫീച്ചേഴ്സ് വരുന്നത് അല്ലേ. അപ്പോൾ പ്രോബ്ലത്തിൻ്റെ അകത്ത് ഇങ്ങനെയുള്ളൊരു നീഡ് മീറ്റ് ചെയ്യണം. നീഡ് മീറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കണം ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അങ്ങനെ ഒരു ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഏതൊരു ഫീച്ചർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു പ്രോബ്ലത്തിൻ്റെ അകത്ത് നമ്മളുടെ ഡേ ടു ഡേ ആയിട്ടിരിക്കുന്ന റിയൽ ലൈഫ് പ്രോബ്ലത്തിൻ്റെ അകത്ത് നിന്ന് നമുക്കൊരു പ്രത്യേക ആവശ്യങ്ങളുണ്ടാവും. ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് പ്രോഗ്രാമിംഗ് ഫീച്ചേഴ്സ് തന്നിട്ടുണ്ടാവും. അപ്പോൾ പൈത്തൺ തന്നിരിക്കുന്ന 2 പ്രോഗ്രാമിംഗ് ഫീച്ചേഴ്സാണ്, ക്ലാസ്സിനകത്തിരിക്കുന്ന 2 പ്രോഗ്രാമിംഗ് ഫീച്ചേഴ്സാണ് ഇൻസ്റ്റൻസ് വേരിയബിളും ക്ലാസ് വേരിയബിളും എന്ന് പറയുന്നത്. അപ്പം ഇതും ഒരു പ്രത്യേക ആവശ്യം ത്തിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പൈത്തൺ തന്നിരിക്കുന്നത്. അപ്പോൾ ആ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് പതിയെ നമുക്ക് ഇതെങ്ങനെ നമുക്ക് ക്ലാസ്സിൻ്റെ അകത്ത് പൈത്തൺ വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യം ഒന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന്. ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ഷോറൂം ഉണ്ട്. അവിടെയുള്ള ആളുകൾക്ക് അവിടെ വിറ്റുപോയ കാറുകളുടെയും അല്ലെങ്കിൽ ഇപ്പം ബൈക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിറ്റ് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ വേണമെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തിരിക്കുന്ന ഡേറ്റയെ എല്ലാം നമ്മൾ നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ അകത്ത് റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം വേണ്ടി വരും. സ്വാഭാവികമായിട്ടും കാർ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ എൻകാപ്സുലേറ്റ് ചെയ്തിട്ട് നമ്മളൊരു ക്ലാസ് ആക്കി മാറ്റും. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ക്ലാസ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഡിസ്കസ് ചെയ്തിരുന്നു. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്നും കൂടെ റീവാച്ച് ചെയ്യണേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പഠിക്കുന്ന സമയത്ത് ക്ലാസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിരിക്കണം. അതിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിരിക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലം ഒന്ന് നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ. അപ്പം നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തു, നമ്മൾ കാർ എന്ന് പറയുന്ന കാര്യമുണ്ട്, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മോഡൽ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കണം അല്ലേ. എന്നാലേ ഉള്ളൂ നമുക്കതിൻ്റെ ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്തു, കാർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടാക്കി. കാർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ക്ലാസ്സിൻ്റെ അകത്തും എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അതിൻ്റെ വേണ്ട ഡേറ്റ ഉണ്ടാവും. ആ ഡേറ്റയ്ക്കകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫങ്ഷൻസ് ഉണ്ടാവും. എല്ലാ കാറിൻ്റെയും സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത് ഡാറ്റയായിരിക്കും. ആ ഡാറ്റയ്ക്കകത്ത് വർക്ക് ചെയ്യുന്ന ഫങ്ഷൻസ് അല്ലെങ്കിൽ ആക്ഷൻസ് ആയിരിക്കും നമ്മൾ നോർമലി ക്ലാസ്സിൻ്റെ മെത്തേഡുകളായിട്ട് എഴുതുന്നത് അല്ലെങ്കിൽ ഫങ്ഷൻസ് ആയിട്ട് എഴുതുന്നത് അല്ലേ. ക്ലിയർ ആണ്. നമ്മളത് കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ ഒരു കാറിനെ പറ്റിയായിട്ട് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് എന്തൊക്കെ ഡേറ്റ അതിന് വേണ്ടി വരും. പല പല ഡാറ്റ നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റും അല്ലേ. നമ്മളിപ്പോൾ ഒരു കാർ ഷോറൂം ആണെങ്കിൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവും, അയാൾ വിറ്റുപോയ കാറിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും നോർമലി നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന കാറിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒബ്ജക്റ്റുകളിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഒബ്ജക്റ്റുകളിൽ എന്തൊക്കെ ഡാറ്റ വേണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്, ക്ലാസ് ആണ് അല്ലേ. ക്ലാസ്സിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളായിരിക്കും ഒബ്ജക്റ്റിൽ വരുന്നത്. അപ്പം നമ്മൾ ഒരു കാറിൻ്റെ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ഡാറ്റാസ് നമ്മൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് എന്തൊക്കെ വരും, കളർ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം അല്ലേ. വിറ്റുപോയ കാറിൻ്റെ കളർ ഇതാണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വേരിയബിൾ ഉണ്ടാക്കി വെക്കാൻ പറ്റും. അതിന് നമ്മൾ കളർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഇതാക്കി. ഇതേപോലെ നിങ്ങൾക്ക് പല രീതികളിൽ നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റും. കാറിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ ഡാറ്റ നമുക്ക് എടുത്തു വെക്കാം. വേണമെന്നുണ്ടെങ്കിൽ അത് വിറ്റുപോയ ഓണറിൻ്റെ നെയിം എടുത്ത് വെക്കാം അല്ലേ. അപ്പം ഓണർ നെയിം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വേരിയബിൾ ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ കാറ് വിറ്റുപോയ ഡേറ്റ് എന്താണ്, ആ ഡേറ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൻ്റെ അകത്ത് ഒരു കസ്റ്റമർ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ് അതിനനുസരിച്ചിട്ടുള്ള ഡാറ്റയൊക്കെ ആയിരിക്കും നമ്മൾ നോർമലി ഒരു ക്ലാസ്സിൻ്റെ അകത്ത് ഉണ്ടാക്കുന്നത്. ഇങ്ങനെയായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്ത് വരുന്ന സമയത്ത് വരുന്നത്. ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് ആക്കും. ഓരോരോ ക്ലാസ്സിൻ്റെ അകത്തും എന്തൊക്കെ ഡേറ്റ വേണം എന്നുള്ളതൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് പോയിട്ടായിരിക്കും നമ്മളൊരു ക്ലാസ് എഴുതുന്നത്. അതിനുശേഷമായിരിക്കും നമ്മൾ കോഡിങ്ങിലോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും. പ്രോബ്ലം മൊത്തത്തിൽ നോക്കിയിട്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെ ഡേറ്റ വേണം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും. ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഓരോരോ ഡാറ്റയായിരിക്കും നമ്മൾ ഓരോരോ വേരിയബിളാക്കി മാറ്റുന്നത്. ഓക്കെ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത് ആ പോയിന്റ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് നോർമലി നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന ഓരോരോ കാറിനും നമ്മൾ ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കും അല്ലെ, റിയൽ ഒബ്ജക്റ്റ്.
അതായത് ഇപ്പം ഒരു കാറ് മനു എന്ന് പറയുന്ന ഒരാൾക്ക് വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന കാറിൻ്റെ റിയൽ കാറിൻ്റെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. കാർ മനു എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ്, ഉമ്മയ്ക്ക് വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ വേറൊരു കാർ ഉമ്മ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ്, അങ്ങനെ അതിനെ ഓരോന്നിനും ഹാൻഡിൽ ചെയ്യണമെങ്കിൽ, അതായത് റിയൽ ആയിട്ട് വിറ്റ് പോയ ഓരോരോ കാറിനെയും ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കേണ്ടി വരും അല്ലേ. ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റുകളായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം ഈ കളർ എന്ന് പറയുന്ന ആ ഒരു ഡേറ്റ, ആ ഡേറ്റ ഈ ഓരോരോ ഒബ്ജക്റ്റുകൾക്കും ആപ്ലിക്കബിൾ ആണ് അല്ലേ. ഈ പറഞ്ഞിരിക്കുന്ന കാറിന് ഒരു കളർ ഉണ്ടാവും, ഈ പറഞ്ഞിരിക്കുന്ന ഉമ്മയ്ക്ക് വിറ്റ കാറിനും ഒരു കളർ ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മളിപ്പം വേറൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, അതിപ്പോൾ വേറെ രതീഷ് എന്ന് പറയുന്ന ഒരാൾക്കാണ് വിറ്റിരിക്കുന്നതെങ്കിൽ അതിനും ഒരു കളറുണ്ട്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഏതൊരു ഇൻഡിവിജ്വൽ കാറിനും ഒരു അസോസിയേറ്റഡ് ആയിട്ടുള്ള കളറുണ്ട്. ഇത് പ്രോഗ്രാമിംഗ് പോയിന്റ് ഓഫ് വ്യൂ എന്നല്ല, റിയൽ ലൈഫ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഓരോരോ കാറിനും അസോസിയേറ്റഡ് ആയിട്ട് ഒരു കളർ ഉണ്ടാവും എന്ന് പറയുന്ന നോർമൽ കാര്യം. അപ്പം ആ കളറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണ്ടി വരും? ഓരോരോ ഒബ്ജക്റ്റുകളിലും ആ പറഞ്ഞിരിക്കുന്ന വേരിയബിൾ നമുക്ക് വേണ്ടി വരും, അല്ലെങ്കിൽ ആ ഡേറ്റ നമുക്ക് വേണ്ടി വരും. ഈ ഒബ്ജക്റ്റിൽ കളർ എന്ന് പറഞ്ഞിട്ട് റെഡ് എന്ന് പറഞ്ഞിട്ട് എടുത്ത് വെക്കാൻ പറ്റേണ്ടി വരും. ഈ നമ്മൾ വേറൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൻ്റെ അകത്തും കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂ എന്ന് എടുത്ത് വെക്കേണ്ടി വരും. അങ്ങനെ എത്ര ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കുന്നോ ആ എല്ലാ ഒബ്ജക്റ്റുകൾക്കും അതിന് മാത്രം, ആ ഒബ്ജക്റ്റിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു കോപ്പി വേണ്ടി വരും, കളർ എന്ന് പറയുന്ന സാധനത്തിൻ്റെ അല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡേറ്റ ഈ ഒബ്ജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ വിറ്റുപോയ ഓരോരോ കാറുകളുമായിട്ടും നമുക്ക് കളർ എന്ന് പറയുന്ന ഒരു ഡാറ്റ അസോസിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലേ. അപ്പം ഇങ്ങനെയുള്ള ഡേറ്റേനെ, അതായത് ഒബ്ജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വെക്കേണ്ട കൈൻഡ് ഓഫ് ഡാറ്റയാണ് നമ്മൾ നോർമലി ഇൻസ്റ്റൻസ് വേരിയബിൾ ആക്കി വെക്കുന്നത്. ഇൻസ്റ്റൻസ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻസ്റ്റൻസുമായിട്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ്, ഇത് രണ്ടും ഇൻ്റർചേഞ്ചബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള ഇൻസ്റ്റൻസുമായിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്ത് വെക്കേണ്ട ഡേറ്റയാണ് നമ്മൾ ഇൻസ്റ്റൻസ് വേരിയബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. ഇൻസ്റ്റൻസ് വേരിയബിൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പം ബേസിക്കലി ഓരോരോ ഒബ്ജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഇതിപ്പോൾ കളർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. അതായത് ഓരോരോ ഒബ്ജക്റ്റിലും ആ കളർ വേണ്ടതുണ്ട് എന്ന് പറയുന്ന ആ ഒരു നീഡ്, ഓരോരോ ഒബ്ജക്റ്റിനും അതിൻ്റേതായ സെപ്പറേറ്റ് കോപ്പി വേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആ പറഞ്ഞിരിക്കുന്ന ഡേറ്റയുടെ കോപ്പി ഓരോരോ ഒബ്ജക്റ്റിലും നമുക്ക് വേണ്ടതുണ്ട് അല്ലേ. അപ്പം അതായത് ഇവിടെ ഇപ്പോൾ ഈ കാറുമായിട്ട് ഒറ്റൊരു സാധനത്തിലല്ല, എല്ലാത്തിനും ഈ എല്ലാ ഒബ്ജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ഡേറ്റ വേണം, ആ ഡേറ്റയുടെ സെപ്പറേറ്റ് കോപ്പിയും വേണം. ഈ ഒബ്ജക്റ്റിൽ ബ്ലൂ എന്ന് പറയുന്നതായിരിക്കും കളർ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ. ഇതിൻ്റെ അകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും, അതായത് ഡിഫറെൻറ്റ് കോപ്പീസ് ഓരോരോ ഒബ്ജക്റ്റിലുണ്ടാകും. ഇതിനെയാണ് നമ്മൾ ഇൻസ്റ്റൻസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻസ് വേരിയബിൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പൈത്തണിൻ്റെ അകത്ത് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ക്ലാസ് എഴുതുന്നു, കാർ എന്ന് പറയുന്ന ഒരു ക്ലാസ്. ഓക്കെ, അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇന്നിറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഴുതുന്നു. അതിൻ്റെ അകത്ത് ഒരു ആർഗ്യുമെൻ്റ് കൊടുക്കുന്നു, കളർ എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റൻസ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ടത്. ഇന്നിറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വേണം. അതെന്ന് പറയുന്നത് ഒരു ഇനീഷ്യലൈസർ ഫംഗ്ഷനാണ്, കൺസ്ട്രക്ടർ ഫംഗ്ഷനാണ്. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വിളിക്കുന്ന ഫംഗ്ഷനാണ്. നോർമലി നമുക്ക് അവിടെ ഇൻസ്റ്റൻസ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം, യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലേ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അകത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഇതെന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആയിരിക്കും. ഏത് ഒബ്ജക്റ്റ് ആണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതായിരിക്കും ഇവിടെ വരുന്നത്. ഇതൊക്കെ ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നത്, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നത്. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തതുകൊണ്ട് കാരണമാണ് ഇതെന്താണ് എന്നുള്ളതൊക്കെ ഞാൻ വീണ്ടും പറയാത്തത്. ഓൾറെഡി നിങ്ങൾക്ക് അത് നോൺ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻ കേസ് നോൺ അല്ലെങ്കിൽ ലാസ്റ്റ് വീഡിയോ ഒന്ന് കാണേണ്ടതുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ വീഡിയോയിൽ നമ്മൾ ഇൻസ്റ്റൻസ് വേരിയബിളും ക്ലാസ് വേരിയബിളും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പഠിച്ചു പോകുന്നത്. സെൽഫ് എന്താണെന്നോ ഇന്നിറ്റ് എന്താണെന്നോ അല്ലെങ്കിൽ ക്ലാസ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യേണ്ടതോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ലേ. അതുകൊണ്ടാണ് ഞാനത് വളരെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ സെൽഫ് ഡോട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന വേരിയബിളിനെയാണ് നമ്മൾ ഇൻസ്റ്റൻസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓരോരോ ഒബ്ജക്റ്റിലും അതിൻ്റെ ഓരോരോ കോപ്പി കാണും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഇവിടെ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പോകാമെന്ന് വിചാരിക്കാം. നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്ത ഇങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ,
അപ്പോൾ നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതെന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു അല്ലേ? കാർ ഓഫ് എന്ന് പറയുന്ന സാധനം വെച്ചിട്ട് നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇനിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ചിട്ടുണ്ടാവും. ആ ഇനിറ്റിനകത്ത് സെൽഫ് ഡോട്ട് കളർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വേരിയബിളിനെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഇൻസ്റ്റൻസ് വേരിയബിൾ ആവും. ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന വേരിയബിൾസ് ആണ് ഇൻസ്റ്റൻസ് വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് സെൽഫ് ഡോട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഏത് വേരിയബിൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് ആ കാറിൻ്റെ ഇൻസ്റ്റൻസ് വേരിയബിളായിട്ട് മാറും. അതായത് ഓരോരോ ഒബ്ജക്റ്റിനും അതിന് ഓരോരോ കോപ്പീസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു ഒബ്ജക്റ്റും കൂടി ഉണ്ടാക്കുകയെന്ന് വിചാരിക്കാം. നമ്മളിപ്പം ഇവിടെ കാർ മനു എന്ന് പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി, കാറുമ എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി അല്ലേ? അപ്പം ഈ കാർ മനുവിൻ്റെ അകത്തും ഈ പറഞ്ഞിരിക്കുന്ന കളർ എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ടാവും. അതിന് നമ്മൾ ഇവിടെ കൊടുത്ത സമയത്ത് നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്ത് ആ ആർഗ്യുമെൻറ്റിന് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അവിടെ ഒന്നും കൺഫ്യൂഷൻ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നില്ല. അതാണ് ഞാൻ വളരെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു പോകുന്നത്. പക്ഷേങ്കിൽ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിളിനെയാണ് നമ്മൾ ഇൻസ്റ്റൻസ് വേരിയബിൾ എന്ന് പറയുന്നത്. അത് ആ ഇൻസ്റ്റൻസിൻ്റെ അകത്ത് ഒരു കോപ്പി ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്? കാർ മനുവിന് ഒരു കോപ്പി ഉണ്ടാവും, കാർ ഉമയ്ക്കും ഒരു കോപ്പി ഉണ്ടാവും. അപ്പം നമ്മളിപ്പം ഈ പറഞ്ഞിരിക്കുന്ന 2 വേരിയബിൾസിനെയും നമ്മൾ ഒരു അഡീഷണൽ ഫംഗ്ഷൻ കൂടി എഴുതുകയാണേ. പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് കളേഴ്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന കാറിൻ്റെ അകത്തിരിക്കുന്ന ഒരു അഡീഷണൽ ക്ലാസ് മെത്തേഡാണ്. ഓക്കെ, അതിൻ്റെ അകത്തേക്കും സെൽഫ് നമുക്ക് വരും. സെൽഫ് ഡോട്ട് കളർ എന്ന് നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ ഉണ്ടാക്കിയ വേരിയബിളിനെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇപ്പം നമ്മൾ കാർ മനു എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വച്ചിട്ടാണ് നമ്മൾ ഈ പ്രിൻ്റ് കളർ എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുന്നതെന്ന് വിചാരിക്കാം. കാർ മനു എന്ന് പറയുന്ന ഒബ്ജക്റ്റാണ്. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയുണ്ട് അല്ലേ? ആ മനു എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ വച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രിൻ്റ് കളർ എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പൈത്തൺ എന്തായിരിക്കും ഇൻറ്റേർണലി ചെയ്തിരിക്കുന്നത്? പ്രിൻ്റ് കളർ വിളിക്കുമ്പം ഈ സെൽഫ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് കാർ മനു ആയിരിക്കും പോകുന്നത്. അതായത് ഏത് ഒബ്ജക്റ്റ് വെച്ചിട്ടാണോ നമ്മൾ ഈ ഫംഗ്ഷൻ വിളിക്കുന്നത്, ആ ഒബ്ജക്റ്റിനെ പൈത്തൺ ഇൻറ്റേർണലി ഈ ഫംഗ്ഷൻ വിളിക്കുകയല്ലോ അല്ലേ? നമ്മളിപ്പോൾ കോൾ ചെയ്തിരിക്കുകയാണ്. അപ്പം കൺട്രോളും ഇങ്ങോട്ട് പോകും. അപ്പം ആ സെൽഫ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഏത് ഒബ്ജക്റ്റ് ആണോ വിളിച്ചിരിക്കുന്നത് ആ ഒബ്ജക്റ്റിനെ കൊടുത്തു വിട്ടിട്ടുണ്ടാവും പൈത്തൺ. അത് ഇൻറ്റേർണലി ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു? സെൽഫ് ഡോട്ട് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ മനുവിൻ്റെ അകത്തിരിക്കുന്ന കളറിനെ ആയിരിക്കും ഇവിടെ ഇതാക്കുന്നത്. കാർ മനുവിൻ്റെ അകത്തിരിക്കുന്ന കളറിൻ്റെ വാല്യൂ എന്തായിരുന്നു? റെഡ് ആയിരുന്നു അല്ലേ? നമ്മൾ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഇവിടെ റെഡ് കൊടുത്തു വിട്ടു അല്ലെ? ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ റെഡ് കൊടുത്തു വിട്ടു. ആ റെഡിനെ നമ്മൾ കാർ മനുവിൻ്റെ അകത്തിരിക്കുന്ന കളർ എന്ന് പറയുന്ന ഇൻസ്റ്റൻസ് വേരിയബിളിൻ്റെ അകത്ത് എടുത്തു വച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ അല്ലേ പോയിന്റ്? അങ്ങനെയാണെങ്കിൽ കാർ മനു വെച്ചിട്ട് നമ്മൾ പ്രിൻ്റ് കളർ വിളിച്ചിട്ട് സെൽഫ് ഡോട്ട് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ മനു എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ അകത്തിരിക്കുന്ന കളറായിരിക്കും ഇവിടെ എടുക്കുക, പൈത്തൺ എടുക്കുക. അപ്പോൾ എന്തായിരിക്കും ഇവിടെ നമ്മൾ പ്രിൻ്റ് ചെയ്ത് വരിക? റെഡ് എന്ന് പറയുന്ന കാര്യമായിരിക്കും. നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഇപ്പം റെഡ് എന്ന് പറയുന്ന കാര്യം വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ഒന്നും കൂടെ, അതായത് നമ്മൾ ഈ സെയിം ഫംഗ്ഷൻ പ്രിൻ്റ് കളർ എന്ന് പറയുന്ന സെയിം ഫംഗ്ഷനെ നമ്മൾ ഒന്നും കൂടെ വിളിക്കാൻ പോവുകയാണ്. ഒന്നും കൂടെ വിളിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്ത് ഇവിടെ നമ്മൾ കാർ മെനു ഡോട്ട് എന്നാണ്, അതായത് കാർ മനു എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് പ്രിൻ്റ് കളർ വിളിച്ചതെങ്കിൽ ഇനി നമ്മൾ വിളിക്കാൻ പോകുന്നത് കാർ ഉമ എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഡിഫറൻസ് മനസ്സിലായല്ലോ അല്ലേ? ഇവിടെ കാർ മനു എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് പ്രിൻ്റ് കളർ വിളിച്ചതെങ്കിൽ ഇവിടെ നമ്മൾ പ്രിൻ്റ് കളർ വിളിക്കാൻ പോകുന്നത് കാർ ഉമ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ കാർ മനുവിൻ്റെ അകത്ത് നമ്മൾ എന്ത് സംഭവിച്ചിരുന്നു? കാർ മനു എന്ന് പറയുന്ന കാര്യം നമ്മൾ ഉണ്ടാക്കിയ സമയത്ത് അതിൻ്റെ അകത്ത് കളർ എന്ന് പറയുന്ന വാല്യൂ റെഡ് ആയിരുന്നു എടുത്ത് വെച്ചിരുന്നത്. കാർ ഉമ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ സമയത്ത് അത് എടുത്ത് വെച്ചിരുന്നത് ബ്ലൂ ആയിരുന്നു അല്ലേ? അപ്പം നമ്മൾ ഇത് പ്രിൻ്റാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ തൽക്കാലത്തേക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഇതൊന്ന് കമൻറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ അതാണ് റൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കണ്ടില്ല അല്ലേ? ബ്ലൂ എന്ന് പറയുന്ന ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ ആണ് പ്രിൻ്റ് ചെയ്തത്. കാരണം എന്താണ്? കാർ ഉമ എന്ന് പറയുന്ന ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ അകത്തിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ബ്ലൂ എന്ന് പറയുന്ന വാല്യൂ ആണ്. അതുകൊണ്ടാണ് അതങ്ങനെ പ്രിൻ്റ് ചെയ്ത് വന്നത്. ഓക്കെ അല്ലേ? അപ്പം അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെ ഇതേപോലെ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ ഇൻസ്റ്റൻസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അത് ഓരോരോ ഒബ്ജക്റ്റിനകത്തും അതിൻ്റെ ഒരു കോപ്പി ഉണ്ട്. ഓക്കെ അല്ലേ? ഇനിയിപ്പം നമ്മളിപ്പം അഡീഷണൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പം
ഒരു ഫംഗ്ഷനും കൂടെ നമ്മൾ എഴുതുന്നു. ഫംഗ്ഷൻ ചേഞ്ച് കളർ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ഫംഗ്ഷനും കൂടി എഴുതുന്നു. ഉമ്മയുടെ കാറിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? കാർ അണ്ടർസ്കോർ ഉമ്മ ഡോട്ട് ചേഞ്ച് കളർ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ പിങ്ക് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പം ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്തു? ഒന്നും കൂടി കാറുമ്മയുടെ പ്രിൻ്റ് കളർ ഒന്നും കൂടെ വിളിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഇനീഷ്യലി കാറുമ്മ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഈ വേരിയബിൾ എന്തായിരുന്നു? ബ്ലൂ ആയിരുന്നു അല്ലേ? ബ്ലൂ ആയിരുന്നു. ഇനിയിപ്പം നമ്മൾ ഒന്നിങ്ങനെ ഒന്ന് വലുതാക്കാം. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ വേറൊരു ഫംഗ്ഷൻ വിളിച്ചു. ഈ ഒബ്ജക്റ്റിൻ്റെ വേറൊരു ഫംഗ്ഷൻ വിളിച്ചു. ചേഞ്ച് കളർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിരിക്കുന്നത്? ചേഞ്ച് കളർ വിളിക്കുന്ന സമയത്ത് പൈത്തൺ കാർ ഉമ്മയായിരിക്കും സെൽഫായിട്ട് കൊടുത്തു വിട്ടിരിക്കുന്നത്. ആ സെൽഫ് ഡോട്ട് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ ഉമ്മ എന്ന് പറയുന്ന ഒബ്ജക്റ്റിനകത്തിരിക്കുന്ന കളർ എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ പുതിയൊരു വാല്യൂ വെച്ച് അസൈൻ ചെയ്തു. ഈ പുതിയ വാല്യൂ എന്താണ്? ഈ ചേഞ്ച് കളറിൻ്റെ അകത്ത് കൊടുത്തു വിട്ടിരിക്കുന്ന ആർഗ്യുമെൻ്റ് അല്ലേ? അപ്പോൾ ചേഞ്ച് കളർ വിളിച്ചപ്പോൾ പിങ്ക് എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും വന്നിരിക്കുന്നത്. അത് നേരെ ഈ ന്യൂ കളർ എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റിൽ വന്നിട്ടുണ്ടാവും. ആ ന്യൂ കളർ, അതായത് പിങ്ക് എന്ന് പറയുന്ന വാല്യൂ കളർ എന്ന് പറയുന്ന ഇൻസ്റ്റൻസ് വേരിയബിളിലോട്ട് അസൈൻ ചെയ്തു വെച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ഈ കാർ ഉമ്മയ്ക്കകത്തിരിക്കുന്ന കളർ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ പിങ്ക് ആയിട്ട് മാറി അല്ലേ? ഇപ്പോൾ പിങ്ക് ആയിട്ട് മാറി. നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം എന്തായിരിക്കും പ്രിൻറ്റ് ചെയ്ത? ബ്ലൂ ആയിരിക്കും അല്ലേ? ഈ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ പ്രിൻറ്റ് കളർ ഇത് ഈ കളറാണ് റെഡ്. രണ്ടാമത് ഉമ്മയുടെ കാറ് പ്രിൻറ്റ് ചെയ്തപ്പോൾ ബ്ലൂ വന്നു. ചേഞ്ച് കളർ വന്നപ്പോൾ പിങ്ക് വന്നു. ഈ പിങ്ക് കളർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ പറഞ്ഞിരിക്കുന്ന മനുവിൻ്റെ കാറിൽ യാതൊരുവിധ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ചേഞ്ചസും വന്നിട്ടുണ്ടാവില്ല അല്ലേ? സ്റ്റിൽ റെഡ് തന്നെയാണ്, മുകളിലിരിക്കുന്ന റെഡ് തന്നെയാണ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഓരോരോ ഒബ്ജക്റ്റിനും അതിൻ്റേതായ കോപ്പീസ് ഉണ്ട്. അപ്പം നമ്മൾ അത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാത്രമേ മാറത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഇൻസ്റ്റൻസ് വേരിയബിളിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും നീഡ് വരാനുള്ള പോസിബിലിറ്റി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഡേറ്റ വരാനുള്ള പോസിബിലിറ്റി, നമ്മളുടെ പ്രോബ്ലത്തിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്നൊന്ന് നമുക്ക് നോക്കിയേക്കാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ആദ്യമേ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, നമുക്കൊരു എല്ലാ കമ്പ്യൂട്ടർ പ്രോഗ്രാമും എഴുതുന്നത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ആ പ്രോബ്ലത്തിൻ്റെ അകത്ത് കുറച്ച് ഡേറ്റ ഉണ്ടാവും. അപ്പം ആ ഡേറ്റ അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിനെ നമുക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാം ആക്കുന്ന സമയത്ത് നമുക്കൊരു പ്രോഗ്രാം ലോജിക്ക് വേണ്ടി വരും. അപ്പം ആ പ്രോഗ്രാം ലോജിക്കിൻ്റെ അകത്ത് ഈ പ്രോബ്ലത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഡേറ്റയെ നമുക്ക് മാനേജ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഈ പ്രോബ്ലത്തിൻ്റെ അകത്തിരിക്കുന്ന ഓരോരോ ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു വേരിയബിൾ ഉണ്ടാക്കുന്നു. അതാണ് വേരിയബിൾ എന്ന് പറയുന്ന കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് വന്നതാണ് അല്ലേ? നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ് വേരിയബിൾ എന്ന് പറയുന്നത് എന്താണെന്നത്. പ്രോബ്ലത്തിൻ്റെ അകത്തിരിക്കുന്ന ഡേറ്റയാണ് വേരിയബിൾ ആയിട്ട് വരുന്നത്. പ്രോബ്ലത്തിൻ്റെ അകത്ത് ഇങ്ങനെയൊരു ഡേറ്റ ഉണ്ടായിരുന്നു, അതായത് കളർ എന്ന് പറയുന്ന ഒരു ഡേറ്റ ഉണ്ടായിരുന്നു. അതിന് നമുക്ക് ഓരോരോ ഒബ്ജക്റ്റിനും സ്പെസിഫിക് ആയിട്ട് ഓരോരോ കോപ്പി വേണം എന്ന് പറയുന്ന ഒരു നീഡും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൈത്തൺ എന്ത് ചെയ്തു? ഇൻസ്റ്റൻസ് വേരിയബിൾ എന്ന് പറയുന്ന സാധനം ഫീച്ചർ നമുക്ക് തന്നു. അങ്ങനെ ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡായിട്ട് പൈത്തൺ തന്നാണ് അല്ലെ? ഏതൊരു പ്രോബ്ലവും ഒരു പ്രോഗ്രാം ലോജിക് ആക്കിയിട്ട് നല്ല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം, എഴുതാൻ പറ്റണം. അതിന് വേണ്ട ഫീച്ചേഴ്സ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് തന്നിരിക്കണം. അൾട്ടിമേറ്റ്ലി ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ എന്തൊക്കെയാണോ വേണ്ടത് അത് തന്നെയായിരിക്കും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമുക്ക് ഫീച്ചേഴ്സ് ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പം ഏത് ഫീച്ചർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇങ്ങനെയൊരു സാധനം, ഒരു നീഡ്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിൻ്റെ അകത്ത് ഒരു പർട്ടിക്കുലർ നീഡ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇൻസ്റ്റൻസ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനുള്ള നീഡ് നിങ്ങൾ ഈ പ്രോഗ്രാം ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഡേറ്റ നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിൻ്റെ അകത്ത് വേണ്ടി വരുമോ എന്നുള്ള കാര്യമൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പൈത്തൺ അത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു കൈൻഡ് ഓഫ് വേരിയബിൾ തരേണ്ടതുണ്ട്. ഓക്കെ, നമുക്കൊന്ന് നോക്കി നോക്കാം എന്തെങ്കിലും വരുമോ എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഈ പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൻ്റെ അകത്ത് നിങ്ങൾക്ക് നമ്മൾ ഒരു സെക്കൻഡ് ഹാൻഡ് ഷോറൂം ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പം ആ ഓണർക്ക്, അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ മാനേജ് ചെയ്യുന്ന ആൾക്ക് എത്ര കാറുകൾ വിറ്റുപോയി എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ വേണമെന്ന് വിചാരിക്കാം അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഓരോരോ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന സമയത്തും ആ കാറ് വിറ്റ് പോവുകയാണ് എന്ന് പറയുന്ന സാധനം വന്നു. അപ്പോൾ കാർ മെനു എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പം ഈ പറഞ്ഞിരിക്കുന്ന ടോട്ടൽ കാറുകളുടെ എണ്ണം 1 ആവും. കാർ ഉമ്മ ഉണ്ടാക്കുന്ന സമയത്ത് 2 ആവണം.
അങ്ങനെ ഓരോരോ ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്താണ്? ഓരോരോ പുതിയ കാറുകൾ വിറ്റ് പോവുക എന്ന് പറയുന്ന സിറ്റുവേഷൻ ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഓരോരോ ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കൊരു വേരിയബിൾ ഇങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് പോണം. അപ്പം അത് എല്ലാ ഒബ്ജക്റ്റുകൾക്കും കോമൺ ആയിരിക്കണം അല്ലേ? ടോട്ടൽ എന്ന് പറയുന്നത് കോമൺ ആയിരിക്കണ്ടേ അല്ലേ? നമ്മൾ ടോട്ടൽ എന്ന് പറയുന്ന സാധനം ഇവിടെ വെച്ചിട്ട് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന സാധനം അപ്പോൾ ഇവനൊരു കോപ്പി വന്നു. ഇൻസ്റ്റൻസ് വേരിയബിൾ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തു എന്ന് വിചാരിക്കാം ടോട്ടൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് 1 ആക്കി നമ്മൾ അല്ലെങ്കിൽ +1 ചെയ്തു. ഇനിഷ്യലി 0 ആയിരുന്നു. ഇത് +1 ചെയ്തു. അപ്പോൾ +1 ആയി. പക്ഷെങ്കിൽ കാർ ഉമ്മ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഒരു ടോട്ടൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു സെപ്പറേറ്റ് കോപ്പി വേണം. അതായത് ഇവിടെ എന്താണോ ഉണ്ടായിരുന്നത് അതിൻ്റെ കണ്ടിന്യൂസ് ആയിരിക്കണം നമ്മൾ രണ്ടാമത്തെ ഒബ്ജക്റ്റ് ഉണ്ടാക്കേണ്ടത് അല്ലേ? ഇവിടെ ഉണ്ടാക്കിയ സമയത്ത് ടോട്ടൽ എന്ന് പറയുന്ന വേരിയബിൾ 1 ആയിരിക്കണം. ആ 1നെ +1 ചെയ്ത് 2 ആവണം ഇവിടെ എത്തുമ്പോൾ. പക്ഷേ നമ്മൾ ഇൻസ്റ്റൻസ് വേരിയബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവനൊരു കോപ്പി കാണും, ഇവനും ഒരു കോപ്പി കാണും. ഇവൻ ഇൻക്രിമെന്റ് ചെയ്തത് ഇവൻ്റെ സ്വന്തം കോപ്പിയിലായിരിക്കും. അപ്പോൾ അത് 1 ആക്കിയിട്ടുണ്ടാവും. ഇവൻ ഇൻക്രിമെന്റ് ചെയ്തത് എന്തായിരിക്കും? ഇവൻ്റെ സ്വന്തം കോപ്പിയിലായിരിക്കും. അപ്പോൾ അത് 0ന്ന് 1 ആയിരിക്കും ആവുക. അതായത് ഇവർക്ക് 2 പേർക്കും ഷെയർ ചെയ്തിട്ടല്ല ഈ ഡാറ്റ ഇരിക്കുന്നത്. ആ ഡാറ്റ ഇരിക്കുന്നത് ഇവർക്ക് 2 പേർക്കും സെപ്പറേറ്റ് കോപ്പീസാണ്. അപ്പം അങ്ങനെയൊരു ഡാറ്റയല്ല ടോട്ടൽ എന്ന് പറയുന്ന ഒരു ഡാറ്റയ്ക്ക് നമുക്ക് വേണ്ടത് അല്ലേ? ഇവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടിരിക്കുന്ന ഒരു ഡാറ്റയാണ് ടോട്ടൽ എന്ന് പറയുന്നത് അല്ലേ? എത്ര എണ്ണം വിറ്റുപോയി ഒബ്ജക്റ്റുകളുടെ എണ്ണമായിരിക്കും. അതായത് ഓരോരോ ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പം ഓരോരോ കാർ വിറ്റുപോയി എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടിരിക്കുന്ന ഒരു വേരിയബിൾ നമുക്ക് അവിടെ ആവശ്യമായി വന്നു. അപ്പം ഇൻസ്റ്റൻസ് വേരിയബിൾ എന്ന് പറയുന്ന കാര്യം വെച്ചിട്ട് നമുക്കത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന സാധനം മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം അങ്ങനെയൊരു നീഡ് അല്ലെങ്കിൽ അങ്ങനെയൊരു കൈൻഡ് ഓഫ് ഡാറ്റയൊക്കെ വരുന്ന സമയത്ത് നമുക്കത് എല്ലാ ഒബ്ജക്റ്റുകൾക്കും ഷെയർ ചെയ്യുന്ന രീതിയിലിരിക്കുന്ന ഒരു ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള മെക്കാനിസമാണ് ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഡിഫറൻസ് ഇതാണ്. ഇൻസ്റ്റൻസ് വേരിയബിൾ ഓരോരോ ഒബ്ജക്റ്റിനും ഓരോരോ കോപ്പി ആണെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും സ്വന്തമായി കോപ്പി ഉണ്ടെങ്കിൽ ക്ലാസ് വേരിയബിൾ എന്ന് പറയുന്നത് ഇവർക്ക് എല്ലാവർക്കും ഓരോരോ കോപ്പി കാണത്തില്ല. പക്ഷെ കോമൺ ആയിട്ട് ഒരു കോപ്പിയെ കാണത്തുള്ളൂ. അപ്പം നമ്മൾ ഈ ഇൻസ്റ്റൻസ് വേരിയബിൾ എന്ന് പറയുന്നത് ഇൻസ്റ്റൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വച്ചിരിക്കുന്നതാണ് എന്ന് പറയുകയാണെങ്കിൽ ക്ലാസ് വേരിയബിൾ എന്ന് പറയുന്നത് ഇവർക്ക് എല്ലാവർക്കും കോമൺ ആയതുകൊണ്ട് ഇവർക്ക് കോമൺ ആയിട്ടിരിക്കുന്നത് എന്താണ്? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മളത് ക്ലാസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡാറ്റയാണ് എന്ന് നമുക്ക് പറയാം. ക്ലാസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ക്ലാസ് ഇവർക്ക് എല്ലാവർക്കും കോമൺ ആണ്. ഒറ്റൊരു സിംഗിൾ ക്ലാസ്സേ ഉള്ളൂ അല്ലേ? ആ സിംഗിൾ ക്ലാസ്സിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റുകളെല്ലാം ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ ക്ലാസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റ ഒരെണ്ണമേ കാണത്തുള്ളൂ. കുറച്ചൊരു കൺഫ്യൂഷിംഗ് ആയിരിക്കും. പക്ഷെങ്കിൽ അത് സിമ്പിളാണ് ബേസിക്കലി. അതായത് ക്ലാസ് വേരിയബിൾ എന്ന് പറയുന്ന സാധനം ഈ പറഞ്ഞിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഷെയർഡ് ആയിട്ടായിരിക്കും വേണ്ടി വരുന്നത്. ഷെയർഡ് ആയിട്ടുള്ള സാധനം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള സാധനം എന്താണ്? ഷെയർഡായിട്ട് ഈ ക്ലാസ്സിൻ്റെ അകത്ത് കൊണ്ടുവെക്കുക എന്നുള്ളതായിരിക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പൈത്തൺ ഈ ക്ലാസ്സിൻ്റെ അകത്ത് കൊണ്ടുവച്ചിട്ട് അതിനെ ക്ലാസ് വേരിയബിൾ എന്ന് ഉണ്ടാക്കിയത്. ഒരു മെക്കാനിസം അല്ലെങ്കിൽ അങ്ങനെയാണ് പൈത്തൺ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ ഇതിൻ്റെയൊക്കെ നീഡ് എന്ന് പറയുന്നത് അതായിരുന്നു. ഈ പറഞ്ഞിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഷെയർഡ് ആയിട്ട് കോമൺ ആയിട്ട് ഒരു പർട്ടിക്കുലർ ഡാറ്റ വേണം. അങ്ങനെയുള്ള ഡാറ്റയെ നമ്മൾ ക്ലാസ് വേരിയബിൾ ആക്കി. ഇവർക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരോ ഒബ്ജക്റ്റിനും അവരുടേതായ ഒരു കോപ്പി വേണ്ട സമയത്ത് നമ്മളത് ഇൻസ്റ്റൻസ് വേരിയബിളും ആക്കി. അപ്പം ഈ പർട്ടിക്കുലർ നീഡ് ഓരോരോ ഡാറ്റയ്ക്കും ഓരോരോ ഡാറ്റയുടെയും സ്വഭാവത്തിനനുസരിച്ചിട്ട് അവരുടെ കോപ്പീസ് ഒബ്ജക്റ്റിൽ വേണോ അല്ലെങ്കിൽ അവർക്ക് ഷെയർഡ് ആയിട്ട് വേണോ എന്നുള്ളതിന് അനുസരിച്ചിട്ട് നമ്മൾ ആ ഡാറ്റേനെ ഇൻസ്റ്റൻസ് വേരിയബിളും ക്ലാസ് വേരിയബിളും ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ക്ലാസ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അതെങ്ങനെ ഡിക്ലെയർ ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, നമ്മൾ നേരെ ഇതിലേക്ക് പോകുന്നു. അപ്പോൾ നീഡ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നേ. ഇനി നമ്മൾ നേരെ പോകുന്നു നമ്മുടെ പ്രോഗ്രാമിൻ്റെ അകത്തേക്ക്. ഇനി നമുക്ക് ക്ലാസ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന നമ്മൾ ഇൻസ്റ്റൻസ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തത് എവിടെയായിരുന്നു? നമ്മൾ ഇന്നിറ്റിൻ്റെ ഉള്ളിലായിരുന്നു. ക്ലാസ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ പുറത്തായിരിക്കണം. ഓക്കെ, നമ്മളിപ്പം ടോട്ടൽ സോൾഡ് കാർസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു വേരിയബിൾ ഉണ്ടാക്കി. അതിന് ഞാൻ ആദ്യം ഇനീഷ്യലി 0 ആക്കി വെച്ചു. ഇനി എന്ത് ചെയ്യുന്നു? ഞാൻ ഈ വേരിയബിളിനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം.
1 പ്രസ് ചെയ്യണം. ഓക്കെ. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് നമുക്ക് ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്ന ഒരു കാര്യം കൂടി വരും അല്ലേ? നമ്മളത് കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് എന്തുകൊണ്ടാണ് സെൽഫ് എന്ന് പറയുന്ന കാര്യം വേണ്ടി വന്നത് എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പോൾ ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്ന ഒരു കാര്യം കൂടി അവിടെ ഇൻവോൾവ് ആവുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ അതുകൊണ്ടായിരുന്നു സെൽഫ് എന്ന് പറയുന്ന കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റൻസ് വേരിയബിളിനെ അങ്ങനെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ ക്ലാസ് വേരിയബിളിനെ നമ്മൾ ക്ലാസിൻ്റെ ഉള്ളിലാണ് ഡിക്ലെയർ ചെയ്തത്, സെൽഫിൻ്റെ ഇന്നിറ്റിൻ്റെ അകത്തല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ നമുക്ക് ഇത് ക്ലാസ് വേരിയബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് ഈ ഫംഗ്ഷൻ്റെ അകത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും? അങ്ങനെ നമ്മൾ ഇൻസ്റ്റൻസ് വേരിയബിൾ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്? നമ്മൾ സെൽഫ് ഡോട്ട് എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്തു. അപ്പോൾ അത് ഇൻസ്റ്റൻസ് വേരിയബിൾ ആണ് എന്നുള്ളത് പൈത്തണ് മനസ്സിലാവും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ക്ലാസ് വേരിയബിളിനെ നമുക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പൈത്തൺ ഉണ്ടാക്കിയ ഒരു മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കാറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വേരിയബിൾ ആണ്. അതായത് സെൽഫ് അല്ലെങ്കിൽ ഒബ്ജക്റ്റുമായിട്ടല്ല, ഒബ്ജക്റ്റുമായിട്ടാണെങ്കിൽ സെൽഫ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്തു. അപ്പോൾ അതായത് ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വേരിയബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ആ വേരിയബിളിനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ക്ലാസിൻ്റെ നെയിം ഡോട്ട് എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കൂ എന്നാണ് ഇവിടെ പൈത്തൺ ഇതാക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ഡിക്ലെയർ ചെയ്ത് ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ലാസ് വേരിയബിളും. അപ്പോൾ ക്ലാസ് വേരിയബിൾ യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ക്ലാസിൻ്റെ നെയിം കാർ എന്നാണല്ലോ അല്ലേ ക്ലാസിൻ്റെ നെയിം, ഡോട്ട് ടോട്ടൽ എന്നാണോ വേരിയബിൾ ആ വേരിയബിളിനെ നമ്മൾ യൂസ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കേണ്ട സമയത്ത് ഇങ്ങനെയായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇൻസ്റ്റൻസ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് ഇങ്ങനെ, യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെ അല്ലേ? ക്ലാസ് വേരിയബിൾ ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ക്ലാസിൻ്റെ അകത്താണ് ഉണ്ടാക്കേണ്ടത്, ഉപയോഗിക്കേണ്ടത് കാർ ഡോട്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇനി എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കാർ മനു എന്ന് പറയുന്ന കാര്യമുണ്ടാക്കിയ സമയത്ത് ഒബ്ജക്റ്റ് ഉണ്ടാക്കിയ സമയത്ത് സ്വാഭാവികമായിട്ടും അത് ഇന്നിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കും. ഇനീഷ്യലി തന്നെ കാർ എന്ന് പറയുന്ന സാധനത്തിന് അവൻ 0 ആക്കി വെച്ചിട്ടുണ്ടാവും. ഓക്കെ. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന പുതിയൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയ സമയത്ത് ഇന്നിറ്റ് വന്നു, സെൽഫിൻ്റെ അകത്ത് കാർ മനു ആണ് ഇരിക്കുന്നത്. ആ ഇൻസ്റ്റൻസ് വേരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തു റെഡ് ആയിട്ട്. എന്നിട്ട് ടോട്ടൽ സോൾഡ് കാർസ് എന്ന് പറയുന്നത് ഇപ്പോൾ 0 ആണ്, അതിനെ +1 ചെയ്തു. അപ്പം +1 ചെയ്തപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റ എടുത്ത് വെച്ചിരിക്കുന്നത് കാർ മനു എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ അകത്തായിരിക്കില്ല, പകരം കാറിൻ്റെ അകത്തായിരിക്കും. ഓക്കെ. ഇനിയിപ്പം നമ്മൾ കാർ ഉമ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇന്നിറ്റ് വിളിക്കും. ഈ സെൽഫ് ആ ഒബ്ജക്റ്റിൻ്റെ അകത്തിരിക്കുന്ന വേരിയബിൾസിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇനിയിപ്പം ഇവിടെ കാർ ടോട്ടൽ സോൾഡ് കാർസ് എന്ന് പറയുന്നത് കാർ മനു എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയപ്പോൾ നമ്മൾ 1 ആക്കി വെച്ചിരുന്നു. അപ്പോൾ ആ 1 അതിൻ്റെ അകത്ത് തന്നെ കാണും. ഓക്കെ. അതായത് കാർ ഉമ എന്നല്ലെങ്കിൽ ഉമ എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് സെപ്പറേറ്റ് ആയിട്ട് ടോട്ടൽ സോൾഡ് കാർസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടാവത്തില്ല. പകരം ഈ പറഞ്ഞിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഷെയർഡ് ആയിട്ടൊരു സാധനമേ ഉണ്ടാവുള്ളൂ. അപ്പം ഇതിൻ്റെ അകത്ത് കാർ മനുവിൻ്റെ അകത്ത് നമ്മളൊന്ന് +1 ചെയ്തിട്ടുണ്ടെങ്കിൽ ആ +1 എന്ന് പറയുന്ന വാല്യൂ ഇതിൻ്റെ അകത്ത് കാണും. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ +1 വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ ആ 1നോടായിരിക്കും 1 ആഡ് ചെയ്യുന്നത്. അപ്പോൾ 2 ആയി മാറും. അതായത് ഓരോരോ ഒബ്ജക്റ്റിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്കതിനെ യൂസ് ചെയ്യാം. ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഷെയർഡ് ആയിട്ടിരിക്കുന്ന ഒരു കോമൺ ആയിട്ടിരിക്കുന്ന ഒബ്ജക്റ്റുകൾക്കെല്ലാം കോമൺ ആയിട്ടിരിക്കുന്ന ആ വാല്യൂവിനെ ആയിരിക്കും അവൻ എടുത്തിട്ട് മാനേജ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. ഓരോരോ ഒബ്ജക്റ്റുകളും നമ്മൾ ഉണ്ടാക്കി പോവാണ്. നമ്മൾ ബാക്കിയെല്ലാം ഒന്ന് മാറ്റണേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രിൻ്റ് കളർ എഴുതിയതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പുറത്തൊന്ന് നമുക്ക് കാറിൻ്റെ എണ്ണം ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇവിടെ പുറത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന സമയത്തും നമ്മൾ നേരത്തെ യൂസ് ചെയ്ത രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. കാർ ഡോട്ട് എന്ത് ചെയ്യാം? നമ്മളുടെ ടോട്ടൽ സോൾഡ് കാർസ് എന്ന് പറയുന്ന സാധനം ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. അപ്പം ആദ്യം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിനെ നമുക്ക് ആദ്യം ഒബ്ജക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. 1 ആയിരിക്കും അത് അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. അത് 2 ആയി മാറിയിട്ടുണ്ട്. ഇവിടെ 2 ഇങ്ങനെ എത്രത്തോളം ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കുന്നോ ഇവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടായിരിക്കും ടോട്ടൽ സോൾഡ് കാർസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉണ്ടാവുക. അപ്പം ഓരോരോ ഒബ്ജക്റ്റിനും ഓരോരോ സ്പെസിഫിക് കോപ്പി ഉണ്ടാവില്ല. അപ്പം ഓരോരോ ഒബ്ജക്റ്റിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ഇതിനെ പ്ലസ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും അത് കോമൺ ആയിട്ടിരിക്കുന്ന വാല്യൂവിനെ ആയിരിക്കും റിഫ്ലക്റ്റ് ആവുന്നത്. കോമൺ ആയിട്ടിരിക്കുന്ന വാല്യൂവിനെ ആയിരിക്കും +1 ചെയ്ത് പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ +1 ആയിട്ട് നമുക്ക് പോകുന്നത്. അപ്പം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെയാണ് അത് ക്ലാസ് വേരിയബിളിനെ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ
എങ്ങനെയാണ് അതിനെ ഉപയോഗിക്കുന്നത്. അപ്പം ഒന്നാമത് അൾട്ടിമേറ്റ്ലി നമ്മൾ അറിയേണ്ടത് ഈ 2 കാര്യങ്ങളും നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ആ പ്രോബ്ലത്തിൻ്റെ അകത്ത് നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡേറ്റ നമുക്ക് ആവശ്യം വരും. ചില ഡേറ്റയെ നമുക്ക്, അതായത് കളറ്, ഡേറ്റ്, ഓണർ, അങ്ങനെയുള്ള ഡേറ്റയൊക്കെ നമുക്ക് ഒബ്ജക്റ്റുമായിട്ട്, ഓരോരോ ഒബ്ജക്റ്റിനും നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒബ്ജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വെച്ചു. ഒബ്ജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈത്തൺ കൊടുക്കുന്ന മെത്തേഡാണ് ഇൻസ്റ്റൻസ് വേരിയബിൾ എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് ഇൻസ്റ്റൻസുമായിട്ടല്ല അസോസിയേറ്റ് ചെയ്ത് വെക്കേണ്ടത്, നമുക്ക് ക്ലാസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വെക്കേണ്ടത്. നമ്മൾ പഠിച്ചല്ലോ അല്ലേ, ടോട്ടൽ സോൾഡ് ക്ലാസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡാറ്റയാണ്. അതിനെ നമുക്ക് ഒബ്ജക്റ്റുമായിട്ടല്ല അസോസിയേറ്റ് ചെയ്ത് വെക്കേണ്ടത്, പകരം അത് എല്ലാ ഒബ്ജക്റ്റുകൾക്കും ഷെയർഡ് ആയിട്ട് കോമൺ ആയിട്ടൊരു സാധനമാണുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് കോമൺ ആയിട്ടിരിക്കുന്ന ഒരു സാധനത്തിൽ എടുത്ത് വെക്കാനുള്ളൊരു മെക്കാനിസം വേണം. ആ മെക്കാനിസമാണ് ക്ലാസ് വേരിയബിൾ ആയിട്ട് പൈത്തൺ പ്രൊവൈഡ് ചെയ്ത് വച്ചിരിക്കുന്നത്. ഈ പേർപ്പസ് ആണ് ആദ്യം പഠിക്കേണ്ടത്. അതായത് ക്ലാസ് വേരിയബിൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് വേരിയബിൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യേണ്ടത് എന്നുള്ളതല്ല ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത്. ഇവരുടെ എല്ലാം പേർപ്പസ് എന്താണ്, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രോബ്ലം തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിൻ്റെ അകത്ത് എങ്ങനെ ക്ലാസ് വേരിയബിൾ ഉണ്ടാക്കണം, എങ്ങനെ ഇൻസ്റ്റൻസ് വേരിയബിൾ ഉണ്ടാക്കണം എന്നൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബേസിക്കലി ഇതൊന്നും ഇങ്ങനെ ചെയ്തു പോകുന്നതല്ലല്ലോ നമ്മളുടെ അൾട്ടിമേറ്റ് ഉദ്ദേശം. നമ്മൾ എന്തിനാണ് പൈത്തൺ പഠിക്കുന്നത്? നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ഓരോരോ ഫീച്ചേഴ്സും എങ്ങനെ യൂസ് ചെയ്യേണ്ടതാണ് എന്ന് നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേർപ്പസ് എന്തായിരുന്നു എന്നുള്ള കാര്യം പഠിക്കണം. അതുകൊണ്ടാണ് ഞാനിത് കുറച്ച് ലെങ്തി ആയിട്ടിരിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് വന്നത്. അല്ലെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റൻസ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതും ക്ലാസ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതും പഠിച്ചു പോകാമായിരുന്നു അല്ലേ. അങ്ങനെ പഠിച്ചു പോയാലും ഈ പറഞ്ഞിരിക്കുന്ന സാധനം എങ്ങനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് നമുക്ക് പറ്റത്തില്ല. അതായത് നമ്മൾ ഒറിജിനൽ പ്രോബ്ലം കിട്ടുമ്പോൾ നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഞാൻ എല്ലാ വീഡിയോസിൻ്റെ അകത്തും ഈ പേർപ്പസ് എന്ന് പറയുന്ന കാര്യം ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതിൻ്റെ ഉദ്ദേശം അതായിരുന്നേ. അപ്പം ഇത് 2 കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഈ പ്രോബ്ലം വെച്ചിട്ട് തന്നെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ വേറെ കാര്യങ്ങളൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കണം. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ക്ലാസ് ഡോഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ എക്സാക്ട്ലി ചെയ്ത് പഠിക്കണം. ചെയ്ത് പഠിക്കാതെ നമുക്ക് പൈത്തൺ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും പഠിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ കാർ എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യരുത്. പകരം നിങ്ങൾ എന്ത് ചെയ്യുന്നു, എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഡോഗ് എന്ന് പറയുന്ന സാധനത്തെ ഡിക്ലെയർ ചെയ്യൂ. അങ്ങനെ ഡോഗ് ഷോപ്പാണെന്ന് വിചാരിക്കും, ഡോഗിനെ വിറ്റിരിക്കുന്ന ഒരു ഷോപ്പാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ നിങ്ങളുടെ അടുത്ത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? ഡോഗ് എന്ന് പറയുന്ന ക്ലാസ്സിനെ നിങ്ങൾ എങ്ങനെ ഡിസൈൻ ചെയ്യും? അതിൻ്റെ അകത്ത് എന്തൊക്കെ ഇൻസ്റ്റൻസ് വേരിയബിൾ വേണ്ടി വരും, എന്തൊക്കെ ക്ലാസ് വേരിയബിൾ വേണ്ടി വരും എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പേർപ്പസ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റായിട്ട് ആ സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. കാർ എന്ന് പറയുന്ന സാധനം ഒരിക്കലും ചെയ്ത് നോക്കരുത്. ഇത് ജസ്റ്റ് ഒന്ന് കണ്ടുപോവുക. എന്നിട്ട് ഡോഗ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഒന്ന് നിങ്ങളൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കൂ. അതിൻ്റെ അകത്ത് ഇൻസ്റ്റൻസ് വേരിയബിളും ക്ലാസ് വേരിയബിൾസും ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കൂ. ഓക്കെ. അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സാധനം ഈ വീഡിയോയുടെ കമൻറ്റായിട്ട് നിങ്ങളൊന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരുന്നു. നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.